എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ് ടേസ്റ്റ് എന്താണെന്നും എന്ത് ടേസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതേപോലെ എങ്ങനെ ഒരു നല്ല ടേസ്റ്റ് ഡെവലപ്പ് ആക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ട് ഈ ഫുഡ് അടിപൊളിയാണെന്നുള്ള പറയാനുള്ള, അല്ലെങ്കിൽ നല്ലതും ചീത്തതും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എന്താ പറയുക, ഇതിന് കൊടുത്തിട്ടുള്ള പോലെ ഡിസ്ക്രിമിനേഷൻ, അതായത് ബെസ്റ്റ് സാധനം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. അതേപോലെ നമുക്ക് എന്താണ് ഗുഡ് ക്വാളിറ്റി വർക്ക്, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ തിരിച്ചറിവ്, അതേപോലെ ബ്യൂട്ടി എന്താണെന്നും ഭംഗി എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള എബിലിറ്റി. ഇതൊക്കെ മനസ്സിലാകുന്നത് വഴി നമുക്ക് നമ്മളുടെ വർക്കിനുള്ള സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാനും ആ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് നമ്മളെ വർക്കിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സംഗതിയെ പറയുന്ന ഒരു പേരാണ് ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ടേസ്റ്റിനെ പറ്റിയിട്ട്, ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണോ വെച്ചാൽ അതെ. ഒരു ഓണ്ടർപ്രനറിൻ്റെ ലൈഫ്, അല്ലെങ്കിൽ പിന്നെ നല്ല വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളെ ലൈഫിൽ ടേസ്റ്റ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഈ ടേസ്റ്റിനെ പറ്റി കേൾക്കുന്നത് ഈ ഒരു കോണ്ടന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഇത് ജിജോ സണ്ണി ബൈമിയ കോഫി എന്നുള്ള കമ്പനിയുടെ ഫൗണ്ടറായിട്ടുള്ള ജിജോ സണ്ണിയാണ് ഇതിൽ സംസാരിക്കുന്നത്. ഇത് എൻ്റെ എപ്പിസോഡ് ഭയങ്കര രസമുള്ള ഒരു എപ്പിസോഡാണ്, നല്ല കേട്ടിരിക്കാനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എപ്പിസോഡാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ ടൈം സ്റ്റാമ്പ്സ് നോക്കിയാൽ അറിയാം, പോൾ ഗ്രഹാമിൻ്റെ ടേസ്റ്റ് ഫോർ മേക്കേഴ്സ് എന്നുള്ള ഒരു എസ്സേനെ പറ്റി നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സാസ് ഓണ്ടർപ്രണറിൻ്റെ പെർസ്പെക്റ്റീവ്, ആ ടേസ്റ്റ് വെച്ച് എങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനും ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കുക്ക് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് ആ ഒരു എസ്സേ ബേസിക്കലി പറയുന്നത്. ഇതാണ് ആ എസ്സേ. അതായത് ഒരു 2002 പോൾ ഗ്രഹാം, വൈ കോമ്പിനേറ്റർ ഫൗണ്ടർ ആയിട്ടുള്ള പോൾ ഗ്രഹാം എഴുതിയ ഒരു എസ്സേയാണ്. ഇത് വായിക്കുന്ന അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റിൽ ഞാൻ പിന്നെ ഒരു കാസൽ പോസ്റ്റായിട്ട് ഇടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സൂൺ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു എസ്സേനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഗൈൻ ബാക്ക് ടു എന്തുകൊണ്ട് ടെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ. അതായത് നമ്മൾ നല്ല വർക്കിലേക്ക് എത്താനുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള അല്ലെങ്കിൽ നല്ല ഷെഫിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, അതിൻ്റെ റീസൺ എന്താ? അയാൾക്ക് ആ ടേസ്റ്റ് ഉണ്ട്. അതേപോലെ നല്ലൊരു ഡയറക്ടറിന് ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ആളുടെ പിന്നെ സിനിമ നമ്മൾ പോയി കാണുന്നത്. അതേപോലെ നമ്മളെ വർക്കിൽ ടേസ്റ്റ് കൊണ്ടുവരുമ്പോൾ ആ വർക്ക് ഒരു ട്രസ്റ്റ് വർത്തി വർക്കായി മാറും. ഇപ്പോൾ ഇത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതായത് നല്ലതിലേക്ക് എത്താനുള്ളൊരു കാര്യമായിട്ട് ടേസ്റ്റ് ഡെവലപ്പ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലതിലേക്ക് എത്താൻ പറ്റും. അതേപോലെ ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൽ പറയുന്ന പോലെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നല്ല വർക്ക് എന്നുള്ളത് ട്രസ്റ്റാണ്. ആളുകൾ ട്രസ്റ്റ് ചെയ്യും നമ്മളെ വർക്കിനെ ബൈ ഡെവലപ്പിംഗ് ഗുഡ് ടേസ്റ്റ്. ടേസ്റ്റ് നമ്മളെ വർക്കിൽ കാണുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് വർത്തി ആയിരിക്കും. ആളുകൾ നമ്മളായിട്ട് വർക്ക് ചെയ്യാനുള്ള, അസോസിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതേപോലെ ടേസ്റ്റ് എന്നുള്ള ഓവർ ദ ടൈം ഡെവലപ്പ് ആവുന്ന ഒരു സംഗതിയാണ്. അതായത് കുറേ അധികം വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ടേസ്റ്റ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ടേസ്റ്റ് എന്നുള്ള അഗൈൻ ഒരു സിഗ്നേച്ചറാണ്. അതായത് ഇപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ, അതിന് ഇപ്പോൾ അമൽ നീരദിൻ്റെ സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിൽ ഒരു ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി,
അമൽ നീരദിൻ്റെ എല്ലാ പിന്നെ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും സുന്ദരമാന സുന്ദരികളാണെന്നുള്ള ഒരു ഒരു കോട്ട് ആരോ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആണല്ലോ. അത് അത് മൂപ്പരുടേതായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതേപോലെ നമ്മളെ വർക്കിൽ നമ്മളേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ. ദെൻ എങ്ങനെയാണ് ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഇത്. അതായത് ബൈ പ്രൊഡ്യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് വർക്ക്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതിനും എക്സ്പോസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡാറ്റ, കൂടുതൽ എന്താ പറയുക, നമ്മൾ കൂടുതൽ സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്തത് എന്നുള്ള മനസ്സിലാക്കാനുള്ള എബിലിറ്റി നമുക്ക് വരും. അങ്ങനെ നമുക്ക് എന്താ പറയുക, നല്ല ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ കുറച്ചധികം എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പക്ഷെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബൈ പ്രൊഡ്യൂസിങ് ലാർജ് എമൗണ്ട് ഓഫ് വർക്ക് വി ക്യാൻ ഡെവലപ്പ് ഗുഡ് ടേസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അത് ജിജോ സണ്ണി ഈ ഒരു എപ്പിസോഡിൽ പറയുന്നൊരു കാര്യമാണ്. ഈ ഒരു എസ്സേ വായിക്കുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. പറ്റുകയാണെങ്കിൽ ലിങ്ക് ഞാൻ അതിൽ കൊടുക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ ഇത് റിക് റൂബിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നുള്ളൊരു കട്ടാണ്. ഇതിൽ റിക് റൂബിൻ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഹിപ്പ് ഹോപ്പ് സോങ്സിൻ്റെ പ്രൊഡ്യൂസറാണ്. ഓക്കെ. ഇതിൽ പറയുന്ന പോലെ ആളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ ആളുടെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ട് ആൾ പറയുന്നത് ആളുടെ ടേസ്റ്റിലുള്ള അയാളെ കോൺഫിഡൻസ് ആണ് അയാൾക്ക് ആളുകൾ പേ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മേക്കർ പെർസ്പെക്റ്റീവ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അതൊരു സംഗതിയാണല്ലോ. അഗെയിൻ ഇപ്പോൾ ഇ കോം ഷോ എടുക്കാം. ഇ കോം ഷോ എന്നുള്ളൊരു ചാനലിനൊരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് എന്നുള്ളത് നമ്മളുടെ മൊത്തം ടീമിൻ്റെ ടേസ്റ്റാണ്. അതായത് ഇത് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ, അതായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്ന കുറേ ആളുകൾ, ഐ മീൻ എൻ്റെ ടീം. അപ്പോൾ ആ ടീമിൻ്റെ ഒരു മൊത്തം ആയിക്കോട്ടെ, ഇതിൽ ഷാൻ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, ഇത് ഹോൾ ടീമിൻ്റെ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ടേസ്റ്റ് ഡെവലപ്പ് ആവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നോക്കി ഇപ്പോൾ ഇതിൽ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര എസ്തെറ്റിക്കലി ഒന്നും ഭയങ്കര ഒരു സ്ട്രക്ചർ ഇല്ലാത്തൊരു 18 മിനിറ്റ് ഒരു വീഡിയോ. ഓക്കെ. അതിനത്രയുള്ള വ്യൂസൊക്കെ ഉള്ളു ഈ ഒരു രണ്ടാമത്തെ വീഡിയോയും. അത്രമാത്രം നമ്മൾ ആ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല കോണ്ടന്റിലേക്ക് എത്തി. അതായത് ഇപ്പോൾ ലാസ്റ്റ് കോണ്ടന്റ് നോക്കുകയാണെങ്കിൽ അതിൽ സംസാരിക്കുന്ന സ്റ്റൈലായിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, മൈക്ക് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു സ്ട്രക്ചറും ഒരു കാര്യങ്ങളൊക്കെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓൾ ടീം, നമ്മൾ ആ ടീമിന് തുടക്കം മുതലുള്ള ആ ടീമിന് ഒരുമിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഇതിപ്പോൾ എന്താ പറയുക 57ാമത്തെ എപ്പിസോഡാണ്. ഇങ്ങനെ നമ്മൾ KPH നമ്മൾ ബിൽഡ് ചെയ്തു. നമ്മളൊരു 100 പോഡ്കാസ്റ്റ് നമ്മൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്തു. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ടേസ്റ്റാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ കോണ്ടന്റിലുള്ളത്. അപ്പോൾ ആ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് തുടക്കത്തിൽ നമുക്ക് ഓഡിയൻസ് കുറവായിരുന്നു. പക്ഷെ ഓവർ ദ ടൈം നമ്മളുടെ ടേസ്റ്റ് ഡെവലപ്പ് ആവുകയും ചെയ്തു, നമ്മളുടെ ഓഡിയൻസ് ഗ്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും, എല്ലാ ഓണ്ടർപ്രണേഴ്സിനും, എല്ലാ ക്രിയേറ്റേഴ്സിലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, തുടക്കത്തിൽ അവരുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും. ഓൾ ദ ടൈം അവർ ആ കോണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്ത് അവരൊരു നല്ല ടേസ്റ്റിലെത്തി. ആ ടേസ്റ്റ് പിന്നെ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. then ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി. അങ്ങനെ നിങ്ങൾക്ക് ആ പാറ്റേൺ കാണാൻ പറ്റും എല്ലായിടത്തും. ഈ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മൾ ഒതൻറ്റിക് ടേസ്റ്റ് ആണല്ലോ നമുക്ക് അവിടെ
കിട്ടുക. അതായത് നമ്മളൊരു ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. നമ്മളുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കുക്ക് ചെയ്തൊരു ഒരു ഒരു പ്രൊഡക്റ്റിന്, ഒരു ഡിഷിനുള്ള ടേസ്റ്റ് അത് വേറെ തന്നെയാണ് നമ്മളാവല്ലോ. അത് കാരണം നമുക്ക് എന്താ പറയുക, കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാൻ പറ്റും. നവൽ രവികാന്ത് പറയുന്ന ഒരു സാധനം, ഒതൻറ്റിസിറ്റി ക്യാൻ ഓവർകം കോമ്പറ്റീഷൻ എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ആ സാധനം അതെന്താ പറയുക, നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലാതെ നമ്മളെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ കോണ്ടന്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എഗെയിൻ ഇപ്പോൾ ഈ കോണ്ടന്റ് നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ ഡേയ്സിലുള്ള ഈ ഒരു ഫോമാറ്റിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇത്തരത്തിലുള്ള കോണ്ടന്റ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പോകുന്നത്. അതിൽ ഞാൻ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, ലൈറ്റിംഗ് പ്രസന്റേഷൻ സ്കില്ലായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ഇമ്പ്രൂവ്മെന്റ് വരും. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാകുമ്പോൾ എന്താ പറയുക, നമുക്കൊരു കഥ പറയാനുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോംഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം, ഐഫോണിലും ഒരു ക്യാമറയിലൊക്കെ എടുത്ത് ഭയങ്കര നോയ്സ് ഉള്ള, ലൈറ്റിങ് കറക്റ്റ് അല്ലാത്ത സിമ്മിന്ന് നല്ല ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള ഒരു കോണ്ടന്റിലേക്ക് എത്തിയ ഒരു കഥ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ, അതേപോലെ കോണ്ടന്റ് ക്രിയേഷൻ വെച്ചിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസും കൂടി ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.